എനിക്കറിയാം, ഞാൻ താരമല്ല. താരം ആകാനുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. മഞ്ജു മറ്റേ നമ്മുടെ ട്രെയിലർ ലോഞ്ചിനുണ്ടായിരുന്നു. ഇനി വരുവാൻ തീർച്ചയായിട്ടും വരും. ആവശ്യമുണ്ടെന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിലും ഞാൻ മെസ്സേജ് അടച്ചിരുന്നു. അവിടെ എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ വിളിക്കുന്ന ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ പറയും. എന്നോട് ചോദിച്ചു മതി. ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയുടെ റീമാസ്റ്ററിങ് കഴിഞ്ഞു. അത് റിലീസ് ചെയ്തു. വളരെ സക്സസ്സായി. അതേമാതിരി തന്നെ അഭിനയിച്ച ഒരു ഉത്തേജനമാണ്. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇന്ന് സഫലീകരിച്ചു. 100ഓളം തിയേറ്ററുകളിൽ ഇന്നത് സ്ക്രീൻ ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ഞങ്ങൾക്ക് തിയേറ്റർ സൈഡിൽ നിന്നാണെങ്കിലും പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും കിട്ടുന്നത് 4K റെസൊല്യൂഷനിൽ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ വിദ്യാജിയുടെ അന്ന് കേൾക്കാതിരുന്ന കുറേ സൗണ്ട്സ് റെക്കോർഡിങ്ങിനും സോങ്സിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത് സ്റ്റീരിയോ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ വലിയൊരു അപ്രീസിയേഷനാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. ഇത് ഒരു റിലീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെൻസിലാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രേക്ഷകരെ ഇന്നത്തെ ജനറേഷന് കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ മോഡേൺ ടെക്നോളജിയിൽ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പുഷ് ചെയ്ത് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ 4 പേരെയും ഞങ്ങൾക്ക് ഇപ്പോൾ പരിചയം ഉണ്ടാവില്ല. ഇവർ ഈ സിനിമയിലെ ഏറ്റവും ചെറിയ കസിൻസിലെ ഏറ്റവും ചെറിയ ആൾക്കാരാണ്. ഏറ്റവും ചെറിയ ആൾ ആൻസു ആണ്. ആൻസു ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. അതിൻ്റെ മുകളിലുള്ള ആളാണ് അലയുടെ മുമ്പത്തെ പേര് പറഞ്ഞത് അല. പിന്നെ ഉണ്ടായിരുന്ന അടുത്തയാൾ അദ്ദേഹമാണ് കൃഷ്ണ. ആൻഡ് അവിടെ നിബിയ. ഇവർ 4 പേരാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ 4 പേര്. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ബാക്കി 7 പേരും കൂടെ ഉണ്ട്. അല്ലെ 6 പേരുണ്ട്. 7 പേരോടെ ഉണ്ട്. കൃപയുണ്ട്, സുജിതയുണ്ട്, ധന്യുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. ഇവരെല്ലാവരും തിരക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവരെല്ലാം അല്ലാതെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെയൊക്കെ ഒരു പ്രസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും വളരെ സജീവമായിട്ട് നമ്മൾ കൊടുക്കുന്ന പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന് മീഡിയ കിട്ടുന്നുണ്ട്. മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നത് വളരെ അലേർട്ടാണ്. ജയറാം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ആന്ധ്രയിലാണ്. ഇതിലായിട്ടൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുക ഒരു കന്നഡയും പടവും തെലുങ്ക് പടങ്ങളും മാറി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. സുരേഷിന് നമുക്കറിയാലോ പൊളിറ്റിക്കലി ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കിലാണ് സുരേഷ്. ലാല് തീർച്ചയായിട്ടും നമ്മളുമായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ കോൺടാക്റ്റിലുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. മഞ്ജു ഇതിൻ്റെ നമ്മുടെ ഒരു ലോഞ്ച് സമയത്ത് മഞ്ജു ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇവരെല്ലാവരും നമ്മുടെ ഈ ഒരു റിലേഷനോട് കാര്യത്തിൽ വളരെ എക്സൈറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ശരിക്കും നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മണിയായാലും സുമാരി ചേച്ചിയായാലും ഗിരീഷ് പത്തഞ്ജലിയൊക്കെ അവിടെ പാട്ട് കേൾക്കുമ്പോൾ ഗിരീഷ് പത്തഞ്ജലി ഓർക്കും. ഈ സിനിമയിൽ ഓരോ സമാശരങ്ങളിൽ നിന്നുള്ള മണിയൊക്കെ മാത്രം നമുക്ക് മിസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ അവരൊക്കെ ഇന്ന് ഉണ്ടായിരുന്നതിൽ എന്തുമാത്രം സന്തോഷത്തോടെ ഈ വേദിയിൽ അവരൊക്കെ ഉണ്ടാകുന്നത്. സുമാരി ചേച്ചിയായാലും അഗസ്റ്റും പോലും അങ്ങനെ ഒരു സീനിൽ അഭിനയിച്ച ആളാണ് അഗസ്റ്റും. പക്ഷേ അവരെല്ലാവരും നമ്മളുടെ ഒരു ടീമായിട്ട് ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അല്ല, അതൊരു മീഡിയം ബഡ്ജറ്റായിരുന്നു. അതിന് വലിയ ഒന്നാമത് ഒറ്റ ലൊക്കേഷനുള്ളൂ. നമ്മളെല്ലാവരും ഒരേ സ്ഥലത്ത് എല്ലാം പോയി ഒരുമിച്ച് ഒരുമിച്ച് ഷൂട്ട് ചെയ്യും. ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റോ. പിന്നെ നമുക്ക് അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആർട്ട് ഡയറക്ഷന്, കോസ്റ്റ്യൂംസ്, ഈ കാര്യങ്ങളിലൊക്കെയാണ് കുറച്ചും കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ റേഞ്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര വലിയൊരു കോസ്റ്റ് അല്ല. നമ്മളൊരു അറൗണ്ട് 40 ഡേയ്സാണ് ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്തത് ടോട്ടൽ സിനിമ. ഊട്ടിയും പിന്നെ ഒരാഴ്ചയോളം നമ്മൾ മൂന്നാറിലുമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ചെന്നൈയിൽ മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോ റോള് ചെയ്ത് ചെന്നൈയിലാണ്. പിന്നെ കൺഫ്യൂഷൻ തീർക്കാൻ
അങ്ങനെ പാട്ടും ചെന്നൈയിൽ ആണ് ഷൂട്ട്. ബാക്കിയെല്ലാം ഈ ഊട്ടിയിൽ മൂന്നാറുമായിട്ട് ചേർത്തു. അപ്പം ഒരു മിനിമം ബഡ്ജറ്റാണ്. ഇന്നത്തെ പോലത്തെ ഒരു കോടിയുടെ കഥ പറയാൻ നമുക്കില്ല. വലിയ എക്സ്പെൻസ് ഉണ്ടാകത്തില്ല. നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് മറ്റ് സിനിമകൾ റീമാസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ശ്രദ്ധയോടുകൂടി നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കും. 3 മാസം ഇതിൻ്റെ ഒരു റീമാസ്റ്ററിങ്ങിൻ്റെ സൗണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ചർ ക്വാളിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വലിയ രീതിയിലുണ്ടായിരുന്നു. സാർ, ഇന്ന് കണ്ടിറങ്ങിയ കൂടുതൽ പ്രേക്ഷകർ ഒരേപോലെ ഇറങ്ങിയ എന്തുകൊണ്ട് സമ്മർദ്ദം മറ്റേ 2 ഇറങ്ങിയില്ല എന്നാണ്. കാരണം കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു ഉണ്ടാവാൻ ചാൻസ് ഇല്ലായിരുന്നു, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത്. ശരിക്കും പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോഴും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അത് സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതിനേക്കാളും മോളിൽ നിൽക്കുന്ന ഒരു കഥ പറഞ്ഞത്. കാരണം ഇത് ഇത്രമാത്രം സ്വീകരിക്കപ്പെട്ട ആൾക്കാർ ആസ്വദിച്ച ഒരു സിനിമയുടെ 2ാം ഭാഗം എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു കഥ നമുക്ക് കിട്ടണം. അത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മളത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? വീണ്ടും പ്രേക്ഷകരിലേക്ക് തങ്ങളുടെ പാട്ടുകൾ എത്തുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ആ തിയേറ്ററിൽ വെച്ച് ഈ പാട്ടുകളൊക്കെ അവർ ദേവദൂരിൽ ഗ്രൂപ്പ് അവർ ആ പാട്ടുകളൊക്കെ ഒരു മെഡ്ലി പോലെ പാടി. അത് പാടുമ്പോൾ എനിക്ക് ഈ പാട്ട് 27 വർഷം മുൻപ് റെക്കോർഡ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് അതാണ് ഓർമ്മകൾ. ഐ വാസ് ഫ്ലഡഡ് വിത്ത് മെമ്മറീസ്, സച്ച് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഗിരീഷോടൊപ്പം ഈ പാട്ടുകൾ ചെയ്തതും ലാസ്റ്റ് മിനിറ്റിൽ ഒരു നാൾ കൊണ്ട് ചെയ്തതാണ് കൺഫ്യൂഷൻ തിരിക്കണമേ. സോ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. ഞാൻ നേരത്തെ ഒരു പാട്ട് ചെയ്ത് തന്നു. പിന്നെ അവർ ഷൂട്ടിങ് പോയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ച് പറഞ്ഞതാണ്, വിജയ് ഇത് ഈ പാട്ട് മുഴുവൻ പടവും വന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് വരുമ്പോൾ ഈ പാട്ടിന് നമുക്ക് ഇത്തിരി ഉസിരോട് നമുക്ക് ഇന്നും ബെറ്ററായിട്ട് ഇന്നൊരു പാട്ട് വേണം. എപ്പോൾ വേണം? നാളെ വേണം. അപ്പോൾ നാളെ ഇങ്ങനെ കിട്ടണേ. ഞാൻ വേറെ ഒരു തിരക്കിലാണ്, വേറെ ഒരു പണിയിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഗിരീഷിനെ അയക്കണം. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗിരീഷ് വന്നു, എത്തി. അപ്പോൾ ഈ പാട്ടിന് വേണ്ടിയുള്ള എന്താണ് ഈ പാട്ടെന്ന് ഒന്നും മനസ്സിലില്ല. പക്ഷേ ഓർക്കസ്ട്ര ഒക്കെ പറഞ്ഞിട്ട് കാലയിൽ 7 മണി തൊട്ട് ഓർക്കസ്ട്ര അവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്നും പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വന്നത് ശംഭോ ശിവശംഭോ, അതാണ് വാക്ക്. അപ്പോൾ ഞാൻ ഗിരീഷോട് പറഞ്ഞു, ഇതുകൊണ്ട് നമുക്ക് ഈ പാട്ട് ചെയ്യാം. അങ്ങനെ വന്നത് ആ പാട്ട്. ഒരു ഈവനിങ് പോലെ കഴിഞ്ഞിട്ട് വോയിസ് മിക്സിങ് ഒക്കെ എല്ലാം തീർത്തിട്ട് we sent for shooting. Next day they shot the song. I mean, it was a wonderful experience. ഇപ്പോൾ നമുക്ക് ഈണം ചെയ്യുമ്പോൾ ഈ പാട്ട് എല്ലാവരും പാടണം, എല്ലാവരുടെയും മനസ്സിലും ഇരിക്കണം, എല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കാൻ അവർ കൊതിയാകണം. അങ്ങനെയാണ് ഉദ്ദേശിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അത് എത്ര സിമ്പിളായിരുന്നു. ഇപ്പോൾ വെണ്ണില ചന്ദനക്കിണം തൊട്ട് ഇതുവരയ്ക്കും നമുക്ക് ചെയ്ത എല്ലാ പടങ്ങളും എല്ലാ പാട്ടുകളും നിങ്ങൾ പറയുന്നത് പോലെ എല്ലാവരുടെയും മനസ്സിലും അതുപോലെ അവർ ഏറ്റുകൊണ്ട് നടന്ന് അതിന് ഇന്നും ഇത്ര ഓൾമോസ്റ്റ് 27 years ഇത്ര ജനറേഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു ചെറിയ കുട്ടി അവരും പാടുന്നുണ്ട് ഈ എൻ്റെ പാട്ടുകൾ അനുഭവം. അത് കേൾക്കണം. ഐ എം ജസ്റ്റ് റിയലി അമേസ്ഡ് ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ഗോഡ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, ഇഷ്ടമായി നിന്നെയും പുണ്യമേ, ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അല്ല, നേരത്തെ അവർ പാടി, അതുകൊണ്ടാണ് അവരുടെ ശ്രുതി അനുസരിച്ച് ഞങ്ങൾക്ക് പാടാം. ഞാൻ വേറെ ശ്രുതിയിലോ പാടാതെ. സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ദേവദൂതൻ എന്നാണ്. ഇപ്പം അതൊരു ട്രെൻഡായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഇതിന്റെ തുടക്കം കുറിച്ചതായിരുന്നു? പണ്ട് ഞാൻ പാൻറ് ഇടുന്ന കാര്യത്തിൽ ബെൽബോട്ടം പാൻറ്
അപ്പോൾ അന്നത്തെ ഒരു ഫാഷൻ ബിൽബോർഡിനാണ്. അതേമാതിരി ദേവദൂതൻ ഞങ്ങൾ ഫാഷൻ ഉണ്ടാക്കാൻ വേണ്ടിയോ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. അത് സിബിയിലെ എൻ്റെ വിദ്യാജിയുടെയും എല്ലാം ഒരു അംബീഷനായിരുന്നു. ആ പടത്തിൻ്റെ ഒരു ഒറിജിനൽ ഫീല് ജനത്തിന് കിട്ടണം. ആ ഒരു അതിനാണ് ഞങ്ങൾ അതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. തിയേറ്ററിൽ ഉറപ്പായിട്ട് കണ്ടു കാണും പാരൻസിൻ്റെ കൂടെ പോയിട്ട്. പക്ഷെ അന്ന് തിയേറ്ററിൽ കണ്ട ഓർമ്മയില്ല. അതിനുശേഷം ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കോമഡി സീൻസ് ഇങ്ങനെ എന്തായാലും ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടത് പുതിയ തലമുറയിലെ കുട്ടികൾ ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന സിനിമകളാണ്. അവർ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും പുതിയ സിനിമകളൊക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവർ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്. അതിനെ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. അത് അവരുടെ ജനറേഷൻ മനസ്സിലാകുന്ന കഥ പറച്ചിൽ രീതികളൊക്കെയാണ്. അതുണ്ട്. അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പൊതുസമൂഹങ്ങളൊക്കെ കാണും. അത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു വയലൻസിൻ്റെ ഒരു അതിപ്രസരം നമ്മുടെ സമൂഹത്തിലേക്കും അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ തലയിൽ ഇപ്പം സമ്മറിയും പത്തലയായി ടെന്നീസ് ഇതൊക്കെയാണ് ഞാൻ ഒരു മാസം ഈ 3 മാസമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇതൊന്നും എനിക്ക് മുമ്പിലുള്ള കാര്യങ്ങളല്ല. അതാണ് എനിക്ക് പറയാൻ. ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ മഞ്ജു മറ്റേ നമ്മുടെ ട്രെയിലർ ലോഞ്ചിനുണ്ടായിരുന്നു. ഇനി വരുവാന്ന് തീർച്ചയായിട്ടും വരും. ആവശ്യമുണ്ടെന്ന് ഞാൻ വിളിച്ച് എന്ത് കാര്യത്തിലും ഞാൻ മെസ്സേജ് അടച്ചിരുന്നു. അവിടെ എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞത് ഇന്നത്തെ സാഹചര്യത്തിൽ വിളിക്കുന്ന ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ പറയും, എന്നോട് ചോദിച്ചു മതി. അപ്പോൾ അത് കാരണം എനിക്കറിയാം, ഞാൻ താരമല്ല. താരം ആകാനുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. ഓക്കെ താങ്ക് യു വെരി മച്ച്.